Hi friends, welcome back to my easy Java class. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ ഫംഗ്ഷൻ ഓവർലോഡിംഗ് പ്രോബ്ലം ആണ്. സം സീരീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Okay, let's read the question. What's the question? Design a class to overload a function series as follows. First function to double series double n with one double argument and returns the sum of the series. Sum is equal to 1 by 1 plus 1 by 2 plus 1 by 3 etc. plus 1 by n. Second function double series double a double n with two double arguments and returns the sum of the series. Sum is equal to 1 by a square plus 4 by a raised to 5 plus 7 by a raised to 8 plus 10 by a raised to 11 to n plus etc. to n terms. ഇതാണ് നമ്മളുടെ രണ്ട് ഫംഗ്ഷൻ. ഈ രണ്ട് ഫംഗ്ഷനും സെയിം ക്ലാസ്സിൽ ചെയ്യുക എന്നതാണ് നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഈ സീരീസ് എങ്ങനെ ചെയ്യണമെന്ന്, സം സീരീസ് അല്ലെ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫംഗ്ഷന്റെ പേര് രണ്ടും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഡബിൾ സീരീസ്, റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഡബിൾ ആണ്, ഒരു ആർഗ്യുമെന്റ് ഉണ്ട് ഡബിൾ. അതിൽ ചെയ്യേണ്ടത് 1 by 1 plus 1 by 2 plus 1 by 3 എന്നുള്ളൊരു സം സീരീസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്, ശ്രദ്ധിച്ച് ചെയ്യുക ഫോർ ലൂപ്പിന്റെ ഹെൽപ്പോടുകൂടി. ഓക്കെ, രണ്ടിലും സം ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സെക്കൻഡ് സീരീസ് എന്ന് പറയുന്നത് ഡബിൾ സീരീസ്, അവിടെയും റിട്ടേൺ ടൈപ്പ് ഡബിൾ ആണ്. ഓക്കെ, ദെൻ ഡബിൾ എ ഡബിൾ എൻ. ഓക്കെ, then sum is equal to അവിടെ എന്താ 1 by a square plus 4 by a raised to 5 plus 7 by a raised to 8 plus 10 by a raised to 11. അങ്ങനെയാണ് സീരീസ് പോണത്. അപ്പൊ നമുക്കറിയാം ഇവിടെയും ഉണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും, പക്ഷേ ഡിനോമിനേറ്ററിൽ പവറും ഉണ്ട്. അപ്പൊ നമ്മളെപ്പോഴും മാറ്റ് ഡോട്ട് പി ഒ ഡബ്ല്യു എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഡിനോമിനേറ്ററിന് ഒരു വേരിയബിൾ കൊടുക്കണം പവർ സൂചിപ്പിക്കാൻ, അതുപോലെ ന്യൂമറേറ്ററിന് ഒരു വേരിയബിൾ. ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാം. അപ്പൊ നമുക്ക് ഫംഗ്ഷൻ ഓവർലോഡിംഗ് പ്രോബ്ലം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഫംഗ്ഷൻ overloading theory. Okay, let's do it together. Shall we do? Okay, let's start. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലൂ ജെയിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പം ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ന്യൂ ക്ലാസ് എന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, ക്ലാസിന്റെ പേര് കൊടുക്കണം അല്ലെ. ഇവിടെ ഫംഗ്ഷൻ നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു 2 ഫംഗ്ഷൻസ് ആണുള്ളത്. 2 ഫംഗ്ഷൻസിനും പേര് കൊടുത്തതാണ് സീരീസ് എന്നാണ്. പക്ഷേ അവര് നമ്മുടെ ക്ലാസ്സിന് ഇന്ന പേര് കൊടുക്കണം എന്ന് കമ്പൽസറി ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ സം സീരീസിന് ഞാൻ പേര് കൊടുക്കണേ. ഓക്കെ, ദെൻ ഓക്കെ കൊടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു ബോക്സ് വരും. ദെൻ ഡബിൾ ക്ലിക്ക് ഓൺ ദാറ്റ് വൺ, യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ് വിൻഡോ. യു ഹാവ് ടു സെലക്ട്. എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ കൺട്രോൾ എ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഡിലീറ്റ് അടിക്കാം. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇമ്പോർട്ട് ജാവ ഡോട്ട്സ് IO.star അല്ലെ. നമ്മളെപ്പോഴും ഫസ്റ്റ് തന്നെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇതിപ്പോൾ പാക്കേജ് ഇവിടെ വേണ്ട എങ്കിൽ കൂടി നമ്മളത് ചെയ്ത് പോകാറുണ്ട്. ഓക്കെ, ക്ലാസ് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ക്ലാസ് എന്ന് കൊടുത്തു സം സീരീസ്. ഓക്കെ, എൻ്റർ അടിക്കാം. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ദെൻ എൻ്റർ അടിക്കാം. നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫസ്റ്റ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾക്ക് രണ്ട് സീരീസിന്റെ സം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടിന് നമ്മൾ സം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ കോമൺ വേരിയബിൾസ് എപ്പോഴും ഫംഗ്ഷൻ ഓവർലോഡിംഗിൽ ഫസ്റ്റ് തന്നെ ഇനീഷ്യലൈസ് ചെയ്യുക. അതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സം എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മനസ്സിലാവും ഡബിളിനാണ് റിട്ടേൺ ടൈപ്പ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ എപ്പോഴും റിട്ടേൺ ചെയ്യേണ്ട വേരിയബിളും ഡബിൾ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ സമ്മിന്റെ ഡാറ്റ ടൈപ്പ് ഡബിൾ എന്ന് കൊടുക്കുന്നു. ഡബിൾ സം ഈസ് ഈക്വൽ ടു 0.0 സെമിക്കോളൻ. എൻ്റർ, പ്രസ് ഓൺ എൻ്റർ കീ. നെക്സ്റ്റ് നമുക്ക് ഫംഗ്ഷന്റെ പേര് കൊടുക്കാം. ഡബിൾ സ്പേസ് സീരീസ്. ഓക്കെ, തന്നിരിക്കുന്ന പ്രോട്ടോടൈപ്പ് ഒരു ഡിഫറൻസും ഇല്ലാതെ അങ്ങനെ തന്നെ കൊടുക്കണം. ഒരു ചേഞ്ചും വരുത്തരുത്. ചേഞ്ച് വരുത്തിയാൽ നമുക്ക് മാർക്ക് പോകും. അതുകൊണ്ടാണ്. അപ്പൊ ഡബിൾ സ്പേസ് എൻ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സെയിം തന്നെ ഫസ്റ്റ് ഫംഗ്ഷൻ. എൻ്റർ that one, then open the curly bracket. Again you have to enter. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾക്ക് എപ്പോഴും അറിയാം സീരീസിന്റെ സം കണ്ടുപിടിക്കാൻ ഇവിടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ പ്രോബ്ലം ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും ന്യൂമറേറ്ററിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ സെറ്റ് ചെയ്യും, ഡിനോമിനേറ്ററിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ സെറ്റ് ചെയ്യും. ബട്ട് ഇവിടെ നമുക്ക് 1 by 1 1 by 2 അങ്ങനെ ഒരു സിമ്പിൾ നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ന്യൂമറേറ്ററിന് സെപ്പറേറ്റ് വേരിയബിളോ ഡിനോമിനേറ്ററിന് വേരിയബിളോ കൊടുക്കേണ്ടത് ആവശ്യമില്ല. ഫസ്റ്റ് നമുക്കൊരു ഫോർ ലൂപ്പ് വേണം സീരീസിന്റെ സം കണ്ടുപിടിക്കാനായിട്ട്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഫോർ ലൂപ്പ് കൊടുക്കാണ് ഇവിടെ. Okay, for in bracket int I equal to 1 semicolon I less than n is the limit less than or equal to n semicolon I plus
I plus plus in bracket. Okay, close the bracket. Then open the curly bracket. Enter sum is equal to sum plus in bracket നമ്മൾ എപ്പോഴും സീരീസിന്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വരുമ്പോൾ പോയിന്റ് നമ്പേഴ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ ടൈപ്പ് കൺവേർഷൻ യൂസ് ചെയ്യാണ്ട് ഡബിൾ എന്നുള്ളത് ബ്രാക്കറ്റിൽ ഇട്ട് എപ്പോഴും കൊടുക്കണം. കാരണം ഇന്റ് എന്നുള്ളത് ഇവിടെ ഐ എന്നുള്ളത് ഇന്റ് ആണ്, സം എന്നുള്ളത് ഡബിൾ ആണ്. അപ്പൊ ഡബിളിലേക്ക് കൺവേർട്ട് ചെയ്താലേ വാല്യൂ കറക്റ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഇത് മറക്കാതെ സീരീസ് പ്രോബ്ലത്തിന് ഈ ഡബിൾ എന്നുള്ള ബ്രാക്കറ്റിൽ കൊടുക്കണം. ഓക്കെ, നമുക്കറിയാം 1/1, 1/2, 1/3 അങ്ങനെ വന്നെ. അപ്പൊ ന്യൂമറേറ്ററിൽ എപ്പോഴും കോമൺ വാല്യൂ ആയതുകൊണ്ട് 1 തന്നെ കൊടുക്കാം. ഡിവൈഡഡ് ബൈ 1 എന്നുള്ളടത്ത് പിന്നെ ഫസ്റ്റ് ടൈം 1 പിന്നെ 2. അപ്പൊ നോക്കിയാൽ ഇവിടെ ഐയിൽ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് 1 പിന്നെ ഇൻക്രീസ് ആവും, 2 ആവും, പിന്നെ 3 ആവും. അപ്പൊ നമുക്ക് ഐ എന്ന് കൊടുത്താൽ മതി ഇവിടെ അല്ലെ ഡിനോമിനേറ്ററിൽ. പ്ലസ് സെമി കോളം കൊടുക്കാം, എൻ്റർ അടിക്കാം. ഇനി ഇവിടെ നമ്മൾ എപ്പോഴും സം പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ലാസ്റ്റ് സം ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഫംഗ്ഷന്റെ പ്രോട്ടോടൈപ്പ് ഇവിടെ ഡബിൾ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരു റിട്ടേൺ കീവേഡ് ഉണ്ടായിരിക്കും എന്നോർത്തിരിക്കാം. നെക്സ്റ്റ് ഇപ്പം നമ്മൾ ഡബിൾ ആയതുകൊണ്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിന്റ് എല്ലാം കൊടുക്കാൻ പറ്റില്ല. ഇവിടെ വോയിഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിന്റ് എല്ലാം സം കൊടുക്കായിരുന്നു. ഇവിടെ ഡബിൾ ആയതുകൊണ്ട് നമ്മളൊരു റിട്ടേൺ കീവേഡ് യൂസ് ചെയ്യണം ഉറപ്പായിട്ടും. റിട്ടേൺ കീവേഡിൽ റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ നമുക്ക് ഈ സം ആണ്. അപ്പൊ റിട്ടേൺ സം എന്ന് കൊടുക്കാം, സെമിക്കോളം കൊടുക്കാം, എൻ്റർ കൊടുക്കാം, ഫംഗ്ഷൻ അവിടെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഫംഗ്ഷൻ കഴിഞ്ഞു, ഫസ്റ്റ് ഫംഗ്ഷൻ ഫിനിഷ്ഡ്. വെരി സിമ്പിൾ. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പ്രോട്ടോടൈപ്പ് അങ്ങനെ തന്നെ കൊടുക്കുക, എന്നിട്ട് സീരീസ് കാണാനുള്ള പ്രോഗ്രാം ഇതിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കുക. സിസ്റ്റം ഡോട്ടിന് പകരം റിട്ടേൺ കീവേഡ് കൊടുക്കുക, ഡബിൾ ആയതുകൊണ്ട്. ഇവിടെ വോയിഡ് ആണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിന്റ് എല്ലാം കൊടുക്കുക. അത്രയുള്ളൂ ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് സീരീസ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് അതിന്റെ പേര് ക്വസ്റ്റ്യനിൽ നോക്കി നിങ്ങൾ എഴുതാം. ഡബിൾ സ്പേസ് സീരീസ് ബ്രാക്കറ്റിൽ നമ്മൾ ഡബിൾ സ്പേസ് എ കോമ, അവിടെ 2 ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഡബിൾ സ്പേസ് എന്നുള്ളത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് വിത്ത് എൻ്റർ അടിക്കാം. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി കാണാൻ പറ്റും. ഫസ്റ്റ് തന്നെ 1/a², പിന്നെ 4/a⁵, 7/a⁵ അങ്ങനെയാണ് പോണേ. അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് വാല്യൂസ് ഉണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. നമ്മൾ ന്യൂമറേറ്ററിനെ ഇത് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ന്യൂമറേറ്ററിന് ഒരു പേര് കൊടുക്കുകയാണ്. ബി എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ന്യൂമറേറ്ററിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. നെക്സ്റ്റ് 7 ആണ്. അതായത് 3 വെച്ചിട്ടാണ് ആഡ് ചെയ്തോണ്ട് ഫസ്റ്റ് വാല്യൂ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കാം 1 ആണ്. ഇനി ഡിനോമിനേറ്ററിൽ വന്നിട്ട് എയുടെ പവർ ആണ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് a⁵2, പിന്നെ വന്നിട്ട് a⁵5 അങ്ങനെയാണ് പോണത്. അപ്പൊ ആ പവറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ c എന്നുള്ളൊരു വാല്യൂ കൊടുത്തു. അതിന്റെ ഫസ്റ്റ് വാല്യൂ നമുക്ക് ഡിനോമിനേറ്ററിൽ നോക്കിയാൽ മനസ്സിലാവും 2 എന്നാണ് വാല്യൂ എടുക്കുന്നത്. അപ്പൊ 2 കൊടുക്കാം, സെമിക്കോളൻ. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും നോക്കിയിട്ട് ഫസ്റ്റ് വാല്യൂസ് കൊടുക്കാം. ഇനി ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ ഇൻറ്റ് ഇങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ ഏത് സീരീസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. i = 1 സെമിക്കോളൻ i <= n i ++ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ ഒരു സെമിക്കോളൻ വിട്ടുപോയി. ഓക്കെ, സെമിക്കോളൻ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സം ഈസ് ഈക്വൽ ടു നേരത്തെ ഇക്വേഷൻ തന്നെ, സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ദെൻ സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഡബിൾ ബ്രാക്കറ്റിലിടാം, ഡബിൾ DOUBLE ഡബിൾ എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കാം. നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാം നമ്മൾ ന്യൂമറേറ്ററിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്ന വേരിയബിൾ ബി എന്നാണ്. അപ്പോൾ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേക്കാം, കൂടുതൽ വേരിയബിൾസ് ഉള്ളതുകൊണ്ട്. ബി ഡിവൈഡഡ് ബൈ, ഇനി നമുക്കത് പവർ കാണാനുണ്ട് ഡിനോമിനേറ്ററിൽ a⁵2 എന്ന് പറഞ്ഞാൽ പവർ കാണാൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ math.pow ബ്രാക്കറ്റിൽ നമുക്ക് a ആണ് നമുക്ക് ഫസ്റ്റ് a⁵2 a⁵5 അങ്ങനെ പോണേ. അപ്പൊ a, c എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സിയിലാണ് നമ്മൾ പവർ സ്റ്റോർ ചെയ്തേക്കണേ. അപ്പൊ പവർ കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് ടൈമിൽ a⁵2 വരും, പിന്നെ നമുക്കത് ഇൻക്രിമെന്റ് ചെയ്യണം അല്ലെ. നെക്സ്റ്റ് ടൈം വരുമ്പോൾ 5 ആണ്. അതുപോലെ ഡിനോമിനേറ്റർ ഫസ്റ്റ് 1 വരും, പിന്നെ 4 ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇൻക്രിമെന്റ് വാല്യൂസ് കൊടുക്കാം. ഡിഫറൻസ് എപ്പോഴും 3 ആണ് വന്നത് ന്യൂമറേറ്ററിന്റെ. നമ്മൾ 3 വെച്ചിട്ട് ആഡ് ചെയ്യാൻ പറയും. ഇനി ഡിനോമിനേറ്ററിന്റെ ഫസ്റ്റ് 2 പിന്നെ 5. അപ്പോഴവിടെ വന്നിട്ട് പവേഴ്സ് വേരി ചെയ്യുന്നത് 3 വെച്ചിട്ടാണ്. c + 3 സെമിക്കോളൻ കൊടുക്കാം. ഓക്കെ, എൻ്റർ കൊടുക്കാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ അടിക്കാം.
ദെൻ ഇനി നമുക്ക് ഇവിടെയും നമ്മൾ ഡബിൾ എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റിട്ടേൺ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. RETURN സ്പേസ് സം. ഓക്കെ, നമുക്ക് ഇവിടെയും സം ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. സെമിക്കോളൻ കൊടുക്കാം, എൻറ്റർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ദെൻ നമ്മുടെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കത് ക്ലോസ് ചെയ്യാം. ഈ സെക്കൻഡ് ഫംഗ്ഷനും ഓവറായി. നോക്കൂ, ഫസ്റ്റ് നമ്മൾ സം ഫൈൻഡ് ഔട്ട് ചെയ്തു, ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഡിനോമിനേറ്ററിന്റെ വാല്യൂ ആഡ് ചെയ്തിട്ട് ന്യൂമറേറ്റർ ചെയ്തു. ദെൻ ഡിനോമിനേറ്ററിലെ പവറിൽ കറക്റ്റ് ആയിട്ട് നമ്മളിവിടെ ഇക്വേഷൻ വെച്ച് ചെയ്തു. ഇവിടെ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ മറന്നു, ആ ബ്രാക്കറ്റ് മുകളിട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ 2 ഫംഗ്ഷൻസും കഴിഞ്ഞു. ഇനി ഈ പബ്ലിക് എക്സാമിന് മെയിൻ ഫംഗ്ഷൻ നിർബന്ധമില്ല. ഇനി നമുക്ക് മെയിൻ ഫംഗ്ഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മെയിൻ എങ്ങനെ എഴുതുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അത് എഴുതണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, മെയിൻ എന്ന് കൊടുക്കാം. Then next open the curly bracket. ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കറിയാം ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സം പേര് കൊടുക്കുക. ഫസ്റ്റ് തന്നെ ക്ലാസ്സിന്റെ സം സീരീസ് സ്പേസ് S1 equal to then new space സം സീരീസ് ഇൻ ബ്രാക്കറ്റ് കൊടുക്കുക, സെമിക്കോളൻ. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഓരോ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഓക്കെ, S1 ഡോട്ട് ഫസ്റ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരൊറ്റ ആർഗ്യുമെന്റ്, സീരീസ് എന്നായിരുന്നു ഫംഗ്ഷന്റെ പേര്, ഒറ്റ ആർഗ്യുമെന്റ് ഉള്ളതുകൊണ്ട് ഒരു വാല്യൂ കൊടുത്താൽ മതി ബ്രാക്കറ്റിൽ. ഓക്കെ, സെമിക്കോളൻ. ഇനി S1 ഡോട്ട് സെക്കൻഡ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 2 വാല്യൂസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് A ആണ്. അപ്പം ഞാനിവിടെ 2 എന്ന് കൊടുക്കണം, കോമ എത്ര എണ്ണം വേണം എന്നുള്ളത് കൗണ്ട് ചെയ്യാനാണ് n യൂസ് ചെയ്യുന്നത്. അപ്പം 10 കൊടുക്കാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ കൊടുക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെ വേണമെന്ന് വെച്ചാൽ 1/2^2, 4/2^5, 7/2^8 അങ്ങനെയായിരിക്കും ഈ സെക്കൻഡ് സീരീസ് വരുന്നത്. നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ 2 വാല്യൂസ് കൊടുക്കണം മാത്രം. ഫസ്റ്റ് ഫംഗ്ഷനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഫംഗ്ഷന്, ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിലേക്ക് പോകും, സെക്കൻഡ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് സെക്കൻഡിലേക്ക് പോകും. ഓക്കെ, അങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലാസ് അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ മെയിൻ ഫംഗ്ഷൻ ഒഴിവാക്കുകയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ, വെരി സിമ്പിൾ ആൻസർ. ഫംഗ്ഷൻ ഓവർലോഡ് യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് സീരീസും ചെയ്യാൻ പറ്റും. ഏത് സീരീസ് ആണെങ്കിലും ഇതിനനുസരിച്ച് നമ്പേഴ്സ് മാറ്റി കൊടുത്താൽ മതി. ഇതാണ് എൻ്റെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ഓക്കെ, ഫംഗ്ഷൻ ഓവർലോഡിങ് പ്രോബ്ലം എപ്പോഴും സീരീസിൽ ചോദിക്കാറുണ്ട്. ഇപ്പോൾ 2 ഫംഗ്ഷൻസ് തന്നേക്കണത് അങ്ങനെ എടുത്ത് എഴുതാം. നമ്മൾ നേരത്തെ ഏരിയയും വോളിയം ഒക്കെ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ സിമ്പിളായിട്ട് പ്രോട്ടോടൈപ്പ് അങ്ങനെ തന്നെ എഴുതാം, എന്നിട്ട് കാൽക്കുലേഷൻ എഴുതാം, പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നേരത്തെയുള്ള വീഡിയോസൊക്കെ ഇതിന് മുമ്പുള്ള ഫംഗ്ഷൻ ഓവർലോഡിങ് എന്താണെന്നൊക്കെ പറയുന്ന വീഡിയോസ് അറിയില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടും. പിന്നെ നെക്സ്റ്റ് വരുന്ന വീഡിയോ ലെസൺ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യണം. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.